ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ പേരിൽ കാണാറുണ്ട് ഇമോഷണലി ആൾ മറ്റാരെങ്കിലുമായിട്ട് ഡിപ്പെൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട് ആയിരിക്കാം, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡ് ആയിരിക്കും. ഇവിടെ എന്താ പ്രശ്നം ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഇമോഷണലി ഡിപ്പെൻഡ് ആയിട്ട് പിന്നീട് അങ്ങോട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പോലും അവർ ഒരു ചെറിയ രീതിയിലൊരു ഗ്യാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അവരുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്, അവരിലേക്ക് നമ്മൾ അത്രയും അധികം ആശ്രയിച്ചിരിക്കുന്നുണ്ട്. സോ നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഈ ഒരു ഡിപ്പെൻഡൻസിയാണ്. അവരെ ആശ്രയിക്കുക എന്നുള്ള ആ ഒരു കാര്യം നമ്മളൊന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. സോ ഇമോഷണൽ ഡിപ്പെൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പേഴ്സൺ അടുത്ത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. അതായത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഇമോഷണലി ഡിപ്പെൻഡഡ് ആണോ എന്നുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് വിഷമാക്കുന്നുണ്ടോ, നിങ്ങൾ ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് മിണ്ടിയില്ല, ഗ്യാപ്പിടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുക, ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് നമുക്കൊന്നിനും കഴിയുന്നില്ല, നമുക്ക് ഫുഡ് പോലും ഇറങ്ങുന്നില്ല, അതുപോലെ ഉറങ്ങാൻ പറ്റുന്നില്ല, എപ്പോഴും ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് നമുക്ക് അത്രയും അത്യാവശ്യമാണ്, അവരില്ലാതെ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ചെറിയൊരു നോട്ടം പോലും ഇല്ലാതാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി ആ ഒരു പേഴ്സണുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. സോ അങ്ങനെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണായിട്ട് ഇമോഷണലി ഡിപ്പെൻഡഡ് ആണോ എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ഐഡന്റിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ് എൻ്റെ ഐഡന്റിറ്റി എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ അറിയപ്പെടേണ്ടത് റിലേഷൻഷിപ്പിലൂടെയല്ല. ആ ഒരു പേഴ്സന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ അവളുടെ ഭർത്താവാണ്, അല്ലെങ്കിൽ അവൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആണ് എന്നുള്ള രീതിയിലല്ല നിങ്ങൾ എവിടെയും അറിയപ്പെടേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ പേരിൽ തന്നെ അറിയപ്പെടാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മുടേതായ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പലപ്പോഴും പല ആളുകൾക്കും വരുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റിലേഷൻഷിപ്പിലൊക്കെ ആയി കഴിയുമ്പോൾ, ഈ പറയുന്ന പോലെ ഇമോഷണൽ ഡിപ്പെൻഡഡ് ഒക്കെ ആയി കഴിയുമ്പോൾ, നമ്മൾ പിന്നീട് ആ ഒരു പേഴ്സണിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്നു, അവരെ മാത്രം ചുറ്റിപ്പറ്റി ജീവിക്കുന്നു, അവരിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളതാണ്. ചുറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് വല്ലാണ്ട് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു പേഴ്സണെ ചുറ്റിപ്പറ്റി ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാളുടെ പേരിൽ അറിയപ്പെടുന്നതിലല്ല കാര്യം. നമ്മൾ സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ പേരിൽ മറ്റുള്ളവർ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ പറ്റുന്നുണ്ടെങ്കിലല്ല, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ്. അവിടെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മാറും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ റെഗുലേഷൻ പഠിക്കുക. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല, ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുടെ പ്രസൻസ് വേണം. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ക്ലിയർ ചെയ്ത് തരണം. ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇമോഷൻസ് മറ്റു പല രീതിയിലൂടെ നമ്മൾ തീർക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് പാർട്ട്ണറോട് പറഞ്ഞാലേ സമാധാനമാവൂ എന്നുള്ളതൊന്നും മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ജേണൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരു ബുക്കിൽ നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ്. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് പാർട്ട്ണറോട് പറഞ്ഞ അതേ ഫീലോ ഹാപ്പിനെസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ ചെറിയ രീതിയിൽ ഒരു ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ കുറച്ചൊന്ന് സമാധാനം ആയിക്കോളും. പിന്നീട് അങ്ങോട്ട് അതങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോവാം. അങ്ങനെ നിങ്ങളെ എന്താണോ ഫ്രീ ആക്കുന്നത് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ അവരോട് പറഞ്ഞാലേ ഓക്കെ ആവുള്ളൂ എന്നുള്ളൊരു ചിന്ത അത് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് മാറ്റാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഡിപ്പെൻഡഡ് ആയി മാറുന്നുണ്ട്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവർ റിപ്ലൈ തന്നില്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇഷ്ടമല്ല, എന്തുകൊണ്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്ത മാറ്റിയിട്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള ജോബ് ഉണ്ടായിരിക്കും, തിരക്കുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്കും ചിന്തിച്ചു കൂട്ടുന്ന സ്വഭാവം ഒന്ന് കുറയ്ക്കുന്നത് ബെറ്റർ ആണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതാണ്. കൂടുതൽ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാണ്ടാവുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആവും. അപ്പൊ നമുക്ക് അവരിലേക്ക് ഡിപ്പെൻഡഡ് ആയി എന്നൊരു തോന്നൽ വരില്ല, അല്ലെങ്കിൽ അവരെ കുറിച്ച് തന്നെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം വരില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നടക്കാനൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ കഴിയും എന്നുള്ളതാണ്.
സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് കുറയ്ക്കുക. ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അവരെക്കുറിച്ച് ആലോചിക്കുകയും അവരെ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് ചിന്ത വരികയും അവരുടെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബൗണ്ടറി തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ പ്രണയമുണ്ട്, അതേപോലെ ഇൻഡിവിജ്വൽസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്, അല്ലാതെ ഒന്നല്ല. നമ്മൾ പൊതുവെ പറയാറുണ്ട് നമ്മൾ രണ്ടും ഒന്നാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അങ്ങനെയായിട്ട് കാണരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്കൊരു ജോബ്, നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് മീൻസ് നിങ്ങൾ ജോബ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു ജോബ് ഉണ്ടാകുമ്പോൾ, അപ്പം നമുക്ക് അതായത് നമ്മൾ ഇൻഡിവിജ്വലായി നിൽക്കുന്ന സമയത്ത്, നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, നമ്മുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സമയത്ത്, അപ്പം നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. നമുക്കൊരു ജോബും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ ഈ ഒരു ബൗണ്ടറിയിൽ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, അവര് മെസ്സേജ് അയച്ചില്ല എന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാർട്ട്ണർക്ക് 24 മണിക്കൂറും നമ്മളിലേക്ക് അറ്റൻഷൻ തരാനായിട്ട് പറ്റില്ല. നമുക്ക് തിരിച്ചും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അതിര് കടന്ന് നിങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക. അവർ നമുക്ക് മെസ്സേജ് അയച്ചില്ല എന്ന് കരുതിയിട്ട് എന്താ മെസ്സേജ് അയക്കാണ്ടിരുന്നത്, ഞാൻ അയച്ചിട്ട് റിപ്ലൈ പോലും തന്നില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ടോക്ക് അവിടെ വേണ്ട. അത് നിങ്ങൾക്ക് എപ്പോഴും തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാതെ കുറച്ച് സമയം ലേറ്റ് ആയി എന്ന് കരുതി അങ്ങനെ നിങ്ങൾ പറയാതിരിക്കുക. ഒരു ബൗണ്ടറി ഉണ്ട്, അത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. കുറേ പേര് പരിശ്രമിക്കാറുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അതായത് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെതായിട്ടുള്ള രീതിയിലൊന്ന് മുന്നോട്ട് പോകണം, എനിക്ക് ആ ഒരു പേഴ്സൺ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് വയ്യ, മടുത്തു, എൻ്റെ ജീവിതം തന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ എനിക്ക് തോന്നുകയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. ഒരുപാട് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യമാണ്. സോ ഇമോഷണൽ ഡിപ്പെൻഡഡ് ആയിരിക്കുന്ന ഒരു പേഴ്സൺ അതിൽ നിന്ന് ഒന്ന് മുന്നോട്ട് വരിക അല്ലെങ്കിൽ മാറുക എന്ന് പറയുന്നത് ശരിക്കും കുറച്ച് പ്രയാസമുള്ള കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ. സോ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് ഫോളോ ചെയ്താൽ മതി. പെട്ടെന്ന് ഒറ്റയടിക്ക് നിങ്ങൾ ഓക്കെ ആവില്ല, 100% ഞാൻ ഉറപ്പ് പറയുന്നു. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഓക്കെ ആവാൻ പറ്റില്ല. കുറച്ച് നിങ്ങൾ തന്നെ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഓക്കെ ആയി വരും. അപ്പം നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കണ്ടറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇമോഷണലി ഡിപ്പെൻഡഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.